ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തഞ്ചാവൂർ ട്രിപ്പിൻ്റെ വ്ലോഗാണ്. ഇന്ന് ഓഗസ്റ്റ് 8, നാളെ ഓഗസ്റ്റ് 9 എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒഫീഷ്യലി 20 ആവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു തഞ്ചാവൂർ ട്രിപ്പ് അയക്കാം. വർഷമൊക്കെ എത്തിയിട്ടേ ഈ വർഷം ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു തഞ്ചാവൂർ പോകാമെന്ന് പ്ലാൻ ചെയ്തു. റീൽസൊക്കെ കണ്ടിട്ടാണ് ഇൻസ്പയർ ആയിട്ട് പോവുക. എന്താണെന്നൊന്നും അറിയില്ല. ഇന്ന് നമുക്ക് വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ രാത്രിത്തെ ട്രെയിനായിട്ട് പോകണം. അങ്ങനെ ക്ലാസ്സിൽ പോയി എന്തോ വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, ടെലിവിഷൻ പ്രൊഡക്ഷൻ്റെ. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു വൈകുന്നേരം 6-7 മണിയൊക്കെ ആയപ്പോഴത്തേനും ടിക്കറ്റ് എടുത്തിട്ട്, ജനറലിലാണ് ടിക്കറ്റ് എടുത്തത്. ട്രെയിൻ ഉടൻ തുടങ്ങുന്നുണ്ട്, സീറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ടിക്കറ്റ് എടുത്തത്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. നമ്മൾ എറണാകുളം ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യണം. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ട്രെയിനിൽ കയറണം. വളരെ നേരത്തെയാണ് ട്രെയിൻ എടുക്കില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേനും ട്രെയിനിൻ്റെ ഇതൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ട്രെയിനിൽ കയറി. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. നമ്മൾ രാത്രിയിലെ ട്രെയിനിൽ കയറിയോണ്ട് തന്നെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ നല്ല നല്ല പാടങ്ങൾ, അങ്ങനെ കുറേ വില്ലേജ് സൈഡായിരുന്നു. ഇങ്ങനെ ഒരു 9-10 ആയപ്പോഴത്തേനും നമ്മൾ തഞ്ചാവൂര് എത്തിയായിരുന്നു. പിന്നെ സ്റ്റേഷനിൽ ഇറങ്ങി. സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ക്ലോക്ക് റൂം ഉണ്ടായി. അവിടെ നിന്നാണ് നമ്മൾ ഫ്രഷ് ആയത്. നമ്മൾ തഞ്ചാവൂർ വന്ന് ക്ലോക്ക് റൂമിൽ പോയി. റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് ഡ്രസ്സൊക്കെ മാറി ഇനി തഞ്ചാവൂർ ടെമ്പിളിലേക്ക് പോവാം. ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോവാനാണ് നല്ലത്. ഓട്ടോ പിടിച്ച് പോവാനാണ് പ്ലാൻ. അതിന്റെ അടുത്തുനിന്ന് തന്നെ ഷെയർ ഓട്ടോ കിട്ടും കേട്ടോ. അതിൽ 10 രൂപ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഓട്ടോ വിളിക്കണമെങ്കിൽ 100 രൂപ മേടിക്കും. അങ്ങനെ ആ ഷെയർ ഓട്ടോയിലാണ് നമ്മൾ പെരിയ കോവിലിൽ എത്തിയത്. നമ്മൾ തഞ്ചാവൂർ പെരിയ കോവിൽ ഫസ്റ്റ് അവിടെ വന്നിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എൻ്റെ ഫ്രണ്ടിലാണ്. കയറി കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ല. അങ്ങനെ ചെറുപ്പ് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് ചെരുപ്പ് വെക്കുന്നതിൻ്റെ അവിടെ ആയിട്ട് തന്നെ ഈ ബൊമ്മയുടെ ഒക്കെ ഇതുണ്ട്. പക്ഷെ അവിടെ നല്ല റേറ്റ് ആണെന്ന് എനിക്ക് തോന്നി. 400 ഒക്കെയാണ് അവർ പറയുന്ന റേറ്റ്. ഞാൻ അവിടെ ആയിട്ട് ഫോട്ടോ എടുക്കും. അപ്പോൾ ഒരു ചേട്ടനോട് ഇരിപ്പുണ്ട്. കുറേ നേരം ഇരിക്കാം. എന്നിട്ട് പുള്ളി ഇങ്ങനെ കുറേ നേരം ചിരിച്ചു. അപ്പോൾ ഞാനും ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് വിചാരിച്ചു ഒരു ഫോട്ടോ എടുത്തോട്ടെ, കോസ്റ്റ്യൂം നല്ല രസമുണ്ട്. പുള്ളി ഒരു ഫോട്ടോ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട്. കിട്ടിയാൽ കിട്ടി. ഇതാണ് ക്ലോക്ക് റൂമിൽ നിന്ന് ചെരുപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് പോവാണ്. അവിടെ നല്ല ചൂടുണ്ട്. എന്തെങ്കിലും തണുത്ത എന്തെങ്കിലും എന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലം. ഇവിടെ ഉള്ളൊരു ശ്രീ ശരവണ ഭവൻ, ശ്രീ സംതിങ് ഭവനിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, ശ്രീകൃഷ്ണ ഭവൻ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭവനിൽ നിന്ന് നല്ല ഊണ് കഴിച്ചിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയ ചെറിയ കടകൾ. അവിടെ നമുക്ക് ബൊമ്മയൊക്കെ ഉണ്ടാവും. കോവിലിന്റെ അടുത്ത് കണ്ട, കോവിലിന്റെ ഉള്ളിൽ കണ്ട ഇതിനെക്കാട്ടിലും വിലക്കുറവായിരുന്നു കേട്ടോ ഇവിടെ. നമ്മൾ ആ കടയിൽ പോയിട്ട്
കുറേ കറങ്ങിയതിന് ശേഷമാണ് തഞ്ചാവൂർ പാലസിലെത്തിയത്, ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചിട്ട്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ കയറിയതും ഇല്ല, കാരണം ക്യാഷ് ആയിട്ട് കൊടുക്കണമായിരുന്നു. അപ്പം ക്യാഷ് ആയിട്ട് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കയറാൻ പറ്റിയില്ല. പിന്നെ തിരിച്ചൊരു ഓട്ടോ ഒക്കെ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി, AC റൂമിൽ കിടന്ന് സുഗമമായി ഉറങ്ങി ഒരു 3-4 മണിക്കൂർ. അത്രേ ഉള്ളൂ. ബൈ.